ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. ബ്രഹ്മയുഗം സിനിമ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ്. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾക്കും പിന്നെ നാട്ടിലൊക്കെ പോയി വന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായതുകൊണ്ടാണ് റിവ്യൂസും വീഡിയോസും എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ബ്രഹ്മയുഗത്തെ പറ്റി പറഞ്ഞിട്ട് മറ്റൊരു സിനിമയെ പറ്റിയും കൂടെ ഞാൻ പറയാം. ബ്രഹ്മയുഗം മമ്മൂക്ക, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ എല്ലാവരും കൂടെ അഭിനയിച്ച ഒരു കിടിലൻ മസ്റ്റ് തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് സിനിമയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നും നമുക്ക് ഹ്യൂമൻ സെൻറ്റിപ്പേഡ് പോലെയുള്ള അതിൻ്റെ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുപാട് വയലൻസും ഒരുപാട് ഗിമ്മിക് സീനുകളും ഗ്രാഫിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കുന്ന സമയത്ത് വിഷ്വലി കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആവും. ആ ഒരു രീതിക്കായിരിക്കണം ചിലപ്പം ബ്രഹ്മയുഗവും ചിലപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഒരു 17ാം നൂറ്റാണ്ടിലുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ്. കൂടുതൽ ടോട്ടലി ഒരു മിത്ത് കഥയാണ്. എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്നത് മലൈക്കോട്ട വാലിബനിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രൊമോഷണൽ സ്റ്റാറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഇതൊരു മുത്തശ്ശി കഥ പോലെ കേട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് എന്നുള്ളതൊക്കെ അതൊക്കെ ശരിക്കും അക്യുറേറ്റ് ആയിട്ടുള്ളത് ബ്രഹ്മയുഗം എന്നൊരു സിനിമയായിട്ടാണ്. ഇത് ടോട്ടലി ഒരു പോറ്റി എന്നൊരു കഥാപാത്രം ഒരു മനയിൽ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ വഴി തെറ്റി വന്ന അടിമകളാണ് നമ്മുടെ മണികണ്ഠൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറും പിന്നെ അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറും. അങ്ങനെ വഴിതെറ്റി ഒരു മനയുടെ മുമ്പിലേക്ക് അർജുൻ അശോകൻ എത്തുകയാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ ഒരു യക്ഷിയൊക്കെ വന്നു പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് സിനിമ ഒരു മിത്തിക്കൽ സിനിമയാണെന്നും, അതായത് ഇതിൽ വലിയ ലോജിക്കൊന്നുമില്ല, ഇത് ടോട്ടലി ഒരു ഫാൻറ്റസി സിനിമയാണെന്നൊക്കെ ആ സീനിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി. പിന്നെ വരുന്നത് അർജുൻ അശോകൻ ഈ ഒരു മനയുടെ മുമ്പിലെത്തുന്നു. പോറ്റി എന്ന് പറഞ്ഞ മമ്മൂക്ക അവിടെ ഒരു വ്യക്തിയാണ്, ആ ഒരു മനയിലുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വെപ്പുകാരനായിട്ടാണ് സിദ്ധാർത്ഥ് ഭരതൻ അവിടെ ഉള്ളത്. അങ്ങനെ ഈ മനയിലേക്ക് സ്വാഗതം, ഈ മനയിലെ ഒരു അതിഥിയായിട്ട് താൻ വന്നോളൂ എന്നുള്ള കാര്യം അർജുൻ അശോകനോട് പറയുകയാണ്. അർജുൻ അശോകൻ അവിടെ ഒരു പാണനാണ്, പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്. അപ്പോൾ തൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പാട്ട് പാടാനാണ് പോറ്റി അർജുൻ അശോകനെ അവിടെ നിർത്തുന്നത്. പക്ഷേ ആ മനയുടെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചാത്തൻ കുടിയിരിക്കുന്നുണ്ടെന്നും അതിനെ തളയ്ക്കാൻ വന്ന ഒരു പോറ്റിയുടെ കഥയും ക്ഷയിച്ചു പോയ ആ ഒരു തറവാടിൻ്റെ കഥയും ആ മനയിൽ നിന്ന് ഒരാൾക്ക് പോലും പുറത്ത് കടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അർജുൻ അശോകൻ മനസ്സിലാക്കുകയും പുറത്ത് കടക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരുപാട് ത്രില്ലിങ് കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നതും ആരാണ് ചാത്തനെന്നും ആ ചാത്തൻ്റെ കഥ എന്താണെന്നും ആ ചാത്തൻ എങ്ങനെ തളയ്ക്കാമെന്നുള്ളതൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. അത് എടുത്തിരിക്കുന്ന രീതിയും BGM-ഉം അഭിനേതാക്കളുടെ പ്രകടനം പിന്നെ പറയേണ്ട കാര്യമില്ല. മമ്മൂക്ക ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ബാക്കിയുള്ള എല്ലാവരും ഒരുപാട് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ അധികം വാക്കുകളൊന്നുമില്ല. അപ്പോൾ സിനിമയുടെ ഒരു ചെറിയൊരു സാരാംശം ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഇത് നിങ്ങളെ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടിയിട്ട് പോയി കാണുന്ന സിനിമയൊന്നുമല്ല. നിങ്ങളുടെ വീട്ടുകാരെ കൂട്ടിയിട്ട്, പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടിയിട്ട് പോയി കാണുക. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു സെക്കൻഡ് ഷോയ്ക്ക് ഒരു ചെറിയ മഴയൊക്കെ ഉള്ള ഒരു സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോയിട്ട് ഈ ഒരു സിനിമ കണ്ട് തിരിച്ച് വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വളരെ വ്യത്യസ്തമായിരിക്കും. ഞാൻ ബാംഗ്ലൂർ ഇവിടെ ലിഡോ മാൾ എന്നുള്ളൊരു മാളിലാണ് ഞാൻ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. രാത്രി 10 മണിയുടെ ഷോയ്ക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് ഞാൻ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് വരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ തണുത്ത കാറ്റും ഞാൻ മാത്രം റോഡിലൂടെ പോയി എൻ്റെ റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നൊരു യാത്രയും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആവട്ടെ. തിയേറ്ററിൽ നിങ്ങൾ കാണുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയിലുള്ള ഒരു തീമുണ്ട്, ഏകദേശം ഒരു തീമുണ്ട്. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ ഒരു കോൺസെപ്റ്റും തീമും ഉള്ള മറ്റൊരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. അതാണ് സ്കെൽട്ടൺ കീ എന്ന 2005 പുറത്തിറങ്ങിയ ഒരു സിനിമ. ഞാൻ ഈ പറയാൻ പോകുന്നത് ഇനി ആ ഒരു സിനിമയെക്കുറിച്ചിട്ടാണ്. കരോളിൻ എല്ലിസ് ഒരു നേഴ്സാണ്. അവൾ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ ഒരു പേഷ്യൻ്റ് മരിച്ചു പോവുകയാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു ഹോം നേഴ്സൊക്കെയാണ്. അപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം, ഒരു ബ്രേക്ക്, താൻ അത്രയും ഒരുപാട് കാലം താൻ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മരിച്ചുപോയി. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇനി വർക്ക് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോഴാണ് പത്രത്തിലൊരു പരസ്യം കാണുന്നത്. ഒരു $10,000 ഒരു ജോലിയുണ്ട്, ഒരു ഹോം നേഴ്സിംഗ് ജോലിയുണ്ട്. ഒരു വയസ്സായ സ്ട്രോക്ക് ബാധിച്ച ഒരു മനുഷ്യനെ പരിചരിക്കുക. അങ്ങനെ കരോളിൻ എല്ലിസ് ഈ ഹോസ്പിറ്റലൊക്കെ നല്ലൊരു ജോലിയൊക്കെ വിട്ടിട്ട് ഈ ഒരു ഹോം നേഴ്സ് പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. കാടിന് നടുവിലുള്ള ഒരു വലിയൊരു മാൻഷൻ. ആ മാൻഷൻ്റെ ഉള്ളിൽ വയലറ്റ് ഡെവറോക്സ് എന്ന് പറഞ്ഞൊരു ചേച്ചിയാണുള്ളത്. ചേച്ചിയുടെ ഭർത്താവിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് 2 ഭാഗവും സ്ട്രോക്ക് വന്ന് തളർന്നു പോയി. അദ്ദേഹത്തിന് കൈയൊക്കെ അനക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല.
അങ്ങനെ ഇവർക്കൊരു മകനുണ്ട്, വക്കീലാണ്. അപ്പോൾ ഇവരൊക്കെ കൂടെയാണ് ഈ ഒരു പെണ്ണിനെ ഹയർ ചെയ്യുന്നത്, അവിടേക്ക് കാരോളിനെ അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ മാൻഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിൻ്റെ നമ്മളെ ബ്രഹ്മയുഗത്തിലുള്ളതുപോലെ തന്നെ ഈ മാൻഷൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു മുറിയിലേക്ക് പോകാൻ പാടില്ല, ഈ മാൻഷൻ്റെ അകത്ത് അങ്ങനെ വെറുതെ കറങ്ങി തിരിഞ്ഞ് നടക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാരോളിനോട് പറയുകയാണ്. അപ്പോൾ എന്തിലും ഒരു കൗതുകം എപ്പോഴും ഉണ്ടാവുമല്ലോ. പിന്നെ അവൾക്ക് ഈ ഭൂതപ്രേത വിശ്വാസികൾ അതിലൊന്നും വിശ്വാസവും ഇല്ല. അപ്പോഴാണ് ആ ഒരു മാൻഷൻ്റെ കഥ അവൾ അറിയുന്നത്. അവിടെ 2 വേലക്കാരുണ്ടായിരുന്നു ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ. അവിടെ വന്നൊരു പാർട്ടിയിൽ വെച്ചിട്ട് അവർ ചില ദുർമന്ത്രവാദം ചെയ്ത് അവിടെയുള്ള ഒരുപാട് പേരുടെ ആത്മാക്കളൊക്കെ വലിച്ചെടുക്കുകയും അത് കുട്ടികളെയൊക്കെ വെച്ചിട്ട് അവർ അഭിചാര കർമ്മക്രിയകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ പാർട്ടിയിൽ വന്ന ആളുകളെല്ലാവരും കൂടെ ഈ വേലക്കാരെ ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ തൂക്കി കൊല്ലുകയും ചെയ്തു. അവരുടെ ഈ ആത്മാവ്, ഈ 2 വേലക്കാരുടെ ആത്മാക്കൾ ഇപ്പോഴും ആ മാൻഷനിലുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ, കണ്ണാടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ ആത്മാക്കളെ കാണാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഡെവറോക്സ് കാരോളിനോട് പറയുകയാണ്. പക്ഷേ കാരോളിന് ഇതൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ എന്നാലും ആ ഒരു മനുഷ്യന് താൻ പരിചരിക്കുന്ന ആ ഒരു വ്യക്തിയുണ്ട്, ഒരു സ്ട്രോക്ക് ബാധിച്ച ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എന്താണ് പറ്റിയത് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കാരോളിൻ ട്രൈ ചെയ്യുന്നതും അയാൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു തുണിയുടെ മേലൊക്കെ ഹെൽപ്പ് മീ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അതൊക്കെ കാരോളിന് മനസ്സിലാവുന്നു. ഒരു പക്ഷേ ഡെവറോക്സ് എന്ന് പറഞ്ഞ ആ ലേഡി തന്നെയാണ് തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ആക്കിയതെന്ന് അയാൾ വിശ്വസിക്കുന്നു. എന്താണ് ആ ദുരൂഹത നിറഞ്ഞ ആ ഒരു മാൻഷൻ്റെ അകത്തുള്ളത് എന്നുള്ളതാണ് ദ സ്കെൽട്ടൺ കീ എന്നൊരു സിനിമയിലുള്ളത്. ഏകദേശം ബ്രഹ്മയുഗത്തിലുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സിനിമയും നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരിക്കലും സ്കെൽട്ടൺ കീയുടെ ഒരു കോപ്പിയൊന്നും അല്ല ബ്രഹ്മയുഗം. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. പക്ഷേ അത് വളരെ വെറൈറ്റി ആയിട്ടാണ് ബ്രഹ്മയുഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ, സ്കെൽട്ടൺ കീ എന്നൊരു സിനിമ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ സിനിമയായിട്ട് വരാം. ബ്രഹ്മയുഗം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഒരിക്കലും ഞാൻ ഇതിൻ്റെ കോപ്പിയാണ് അതിൻ്റെ കോപ്പിയാണ്, അതിൽ നിന്ന് ഇൻസ്പയർ ആണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ചെറിയൊരു ഇൻസ്പിറേഷൻ കോൺസെപ്റ്റിൽ ചെറിയൊരു ഇൻസ്പയർഡ് ആയിട്ടുണ്ട് സ്കെൽട്ടൺ കീയിൽ നിന്ന്. പക്ഷേ അത് സൂപ്പറായിട്ട് തന്നെ ബ്രഹ്മയുഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടീം, ബ്രഹ്മയുഗത്തിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടീമിനെ ഞാൻ എടുത്തു പറഞ്ഞില്ല. നമ്മുടെ ഒളപ്പമണ്ണ മനയും വരിക്കാശ്ശേരി മനയും ഒക്കെയാണ് ഈ സിനിമയിൽ ആ ഒരു മനയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊക്കെ കിടിലനായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള പുല്ലും അതിൻ്റെ അകത്തുള്ള ഒരു വൈനൊക്കെ ഇട്ട് വെച്ചിട്ട് ഭരണികളൊക്കെ ഉണ്ട്. അതൊക്കെ അത്രയും പെർഫെക്റ്റായിട്ട് അവർ ബ്ലെൻഡ് ചെയ്ത് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മയുഗം ഫാമിലിയായിട്ട് പോയി കാണുക. സ്കെൽട്ടൺ കീ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാത്രിയിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ബൈ.